അവൻ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞിറങ്ങി നേരെ 45 മിനിറ്റുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി. എങ്ങനെ തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമെന്ന് ഇവാൻ അറിയില്ല. എവിടെ ഇറങ്ങണമെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ ആകെ അറിയുന്നത് അദ്ദേഹത്തിന്റെ ആന്റിയുടെ വീടായിരുന്നു. ട്രെയിൻ ഇറങ്ങി നാട്ടിലുള്ള ആന്റിയുടെ വീട്ടിലേക്ക്. പക്ഷെ അവിടെ അവർ ഇല്ലായിരുന്നു. 5 മണിക്കൂറോളം അദ്ദേഹം ആ വീടിന് മുമ്പിൽ നിന്നു. കളി കാണാനുള്ള ടിക്കറ്റ് പോലും ഇവാന്റെ കയ്യിൽ അന്ന് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവിടേക്ക് കടന്നു വന്ന അവന്റെ ആന്റി അത്ഭുതപ്പെട്ടു. അവർ അവന്റെ വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവനോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടു. കാരണം വെറും 14 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഇവാൻ അന്ന്. പക്ഷെ ഇവാൻ അന്ന് മത്സരം കാണണമെന്ന ഉറച്ച തീരുമാനത്തിലായി. എങ്ങനെയൊക്കെയോ സ്റ്റേഡിയത്തിൽ എത്തിപ്പെട്ട ഇവാൻ ഒരു അപ്പൂപ്പനെ പരിചയപ്പെട്ട് അദ്ദേഹത്തിന്റെ കൂടെ കളി കാണാൻ കയറുന്നു. തന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത മാച്ച് എന്നാണ് ഇവാൻ അതിനെ വിശേഷിപ്പിച്ചത്. വീട്ടിലെത്തിയ അദ്ദേഹം അമ്മയോട് പറയുന്നു, അമ്മയ്ക്ക് എന്നെ കൊല്ലാം, കാരണം ഞങ്ങളുടെ ടീം ജയിച്ചു. ഈ ഒരു പാഷൻ തന്നെയാണ് ഇവാനും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഉണ്ടായിരുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ആ ടീമിനെ ആദ്യ സീസണിൽ തന്നെ ഫൈനലിലേക്ക് എത്തിച്ച ഒരേ ഒരു കോച്ച്. ഒരു പ്രധാന താരത്തിന് പരിക്കു പറ്റിയാൽ പകരം ഒരു യുവതാരം എന്നതാണ് ഇവാന്റെ സ്റ്റൈൽ. ആദ്യ സീസണിൽ ജസലിന് പരിക്കു പറ്റിയപ്പോൾ സജീവ് സ്റ്റാലിൻ വന്നതുപോലെ, ആൽബിനോക്ക് പരിക്കു പറ്റിയപ്പോൾ ഗില്ല് വന്നതുപോലെ ഇവരൊക്കെ ISLന്റെ പ്രധാന താരങ്ങളായിരുന്നു. തലതിരിച്ചു നോക്കിയാൽ 1-ാം സ്ഥാനത്ത് കാണാമെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ തന്നെ 2024 കടന്നപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ ടേബിൾ ടോപ്പേഴ്സ് ആക്കിയ പരിശീലകൻ, ISLന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച പരിശീലകൻ, സെർബിയൻ മലയാളി ഇവാൻ വുക്കോമനോവിച്ച്.